താഴോട്ടു പോരുമ്പം. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം 5 മണിക്ക് ശേഷം ഇരിഞ്ഞാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ഇന്ന് മൃതദേഹം സൂക്ഷിക്കുക. നാളെയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ പാർപ്പിടം എന്ന് പേരിട്ട അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, 5 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നീണ്ടുപോയേക്കാമെന്നും കരുതുന്നു. എന്താണ് വീട്ടിലെ സാഹചര്യം? അവിടെ ആരൊക്കെയാണുള്ളത്? അവിടെ സാധാരണക്കാർക്ക് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കുമോ? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായും ഇരിങ്ങാലക്കുടയെ അടയാളപ്പെടുത്തിയ ആളാണ് ഇന്നസെൻ്റ്. ആ ഒരു സ്നേഹം തന്നെയാണ് ഇരിങ്ങാലക്കുടക്കാർ അദ്ദേഹത്തോട് കാണിക്കുന്നത്. കലാഭവൻ മണിക്ക് ചാലക്കുടി എന്ന പോലെ ഈ നാടിൻ്റെ പേരിൽ തന്നെയാണ് ഇന്നസെൻ്റ് ഒരുപക്ഷെ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ നാടിൻ്റെ പേര് ഇന്നസെൻ്റ് വഴിയാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ എല്ലാ സ്നേഹ ബഹുമാനങ്ങളും അവർ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പാർപ്പിടം എന്ന പേരുള്ള വീടാണ്. ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏതാണ്ട് 5 മണിക്ക് ശേഷം എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. അതിനുശേഷം ഈ പൊതുജനങ്ങൾക്കടക്കം അദ്ദേഹത്തെ കാണുന്നതിനുള്ളൊരു അവസരമുണ്ടാകും. ഇതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് ഭൗതിക ശരീരം മാറ്റും. നമുക്ക് എന്തായാലും ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഉണ്ട്. എങ്ങനെയാണ് അല്പം കൂടി വൈകും തോന്നുന്നു? ഒരു 6 മണിയോടുകൂടി എത്തും. ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ വന്നിട്ടുണ്ട്, മിനിസ്റ്ററിൽ വന്നിട്ടുണ്ട്, ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ വന്നിട്ടുണ്ട്. ഒരു 6 മണിയോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അവിടെ മോൻ സോണറ്റൊക്കെ അവിടെ ഉണ്ട്, അവർ കൂടെ ഫുൾ ടൈം ഉണ്ട്. 2 ആഴ്ചയായിട്ട് അപ്പൻ്റെ കൂടെ തന്നെയാണ് ഉറക്കൊളിച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പൻ്റെ കൂടെ സോണറ്റ് ഭയങ്കര ദുഃഖത്തിലാണ് ആള്. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകൻ്റെ ഭയങ്കര ആ വിഷമം നമുക്കത് ഭയങ്കര ഒരു താങ്ങാനാവാത്തൊരു ഇതാണ്. സോണറ്റിൻ്റെ മകനുണ്ട് കൂടെ, അവരുണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഒരു 6 മണിയോടുകൂടി ഇങ്ങോട്ട് എത്താൻ സാധ്യത. ഇവിടേക്ക് ഒരു 6 മണിയോടുകൂടി എത്തും. വീടിനോടും ഈ നാടിനോടും ഒക്കെ വലിയൊരു ആത്മബന്ധമായിരുന്നു. എത്ര ഉയരങ്ങളിലേക്ക് പോയാലും വേരുകൾ മൊത്തം എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ആ ഒരു പുഞ്ചിരി മതി. ഞങ്ങളോട് വരുമ്പോൾ എത്ര മുഖത്ത് സീരിയസ്നെസ് ഉണ്ടായാലും ഒരു ചെറിയൊരു പുഞ്ചിരി മുഖത്ത് എപ്പോഴും ഉണ്ട്. ഉദിച്ചു നിൽക്കണ ഒരു സൂര്യനെ പോലെ ആള് ഒരു നല്ലൊരു പുഞ്ചിരിയോടാണ്. ഗൗരവ കഥാപാത്രം അഭിനയിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ആളുടെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടിയാണ് ആള്. അത്രയും എന്താണ്, ഒന്നും അങ്ങനെ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടിയാണ് ആള് സംസാരിക്കുന്നതെല്ലാം. ഇതുവരെ ഞങ്ങൾ ഗൗരവത്തിൻ്റെ ഒരു ഭാവത്തിലേ കണ്ടിട്ടില്ല. ഫിലിമിലല്ലാണ്ട് നേരിട്ട് ഞങ്ങൾ ആൾക്ക് ഒരു ഇത് കണ്ടല്ലേ, എപ്പോഴും ചിരിച്ച മുഖം. ഞങ്ങളുടെ അയൽവാസികൾ, അതാണ് എൻ്റെ വീട്, ഓപ്പോസിറ്റാണ് വീട്. എന്നാലും ആള് നല്ല സന്തോഷമായിട്ട് എപ്പോഴും കോമഡിയും തമാശകളും പറഞ്ഞ് ഞങ്ങളോട് ഇവിടെ വരുമ്പോഴായാലും വിളിച്ചായാലും ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കും. പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആൾ ഇവിടെ നടക്കണമെങ്കിലും ഞങ്ങൾ പുറത്ത് നിൽക്കണമെങ്കിൽ ആൾ വിളിച്ച് സംസാരിക്കുക ഞങ്ങളോട്. അത്രയും നല്ല ആത്മാണ്ടായിരുന്നു. എല്ലാവർക്കും ദുഃഖമുണ്ട്, വേർപാടിന് ഭയങ്കരമായ ദുഃഖമുണ്ട്. ഈ ഇന്നസെൻ്റിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പതിവ് തമാശ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം വീടിൻ്റെ പേര് പാർപ്പിടം എന്നാണ്. ആദ്യം അദ്ദേഹം ഒരു വീടുണ്ടാക്കിയപ്പോൾ അത് ഒരു കപ്പേളയുടെ രൂപസാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നാട്ടുകാരെല്ലാം ഈ പണം മുടക്കി എന്തിന് കപ്പേള ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് താൻ പണം നിർമ്മിച്ചുണ്ടാക്കിയത് ഒരു വീടാണ് എന്ന് കാണിക്കാൻ വേണ്ടി പാർപ്പിടം എന്ന പേരിടുകയും പിന്നീട് നെടുമുടി വേണുവാണ് ആ പേര് നൽകിയതെന്നൊക്കെ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീട് എന്തായാലും 1 വർഷം മുമ്പാണ്, കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇതിൻ്റെ കയറിത്താമസം. അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ ആഗ്രഹങ്ങൾ പ്രകാരം ചെയ്തൊരു വീട് അല്ലേ? എങ്ങനെയാണ് ഈ വീടുകളെ പറ്റിയുള്ള കഥകളൊക്കെ? വീടിനെ പറ്റി ആൾക്ക് പുതിയ വീട് വരണം എന്നുള്ള ചിന്ത ഉള്ള ആണ് മകനും. ഇപ്പോൾ 4ാമത്തെ വീടാണ് ഇവിടെ തന്നെ ഇരിങ്ങാലക്കുട. 4ാമത്തെ വീട്. ഞാനുള്ള മകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടി. ഞാൻ 30 കൊല്ലമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആണ്. ഒരു ബന്ധു കൂടിയാണ് ആലിസേച്ചി. ഓരോ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരുമായിട്ടുള്ള വ്യക്തികൾ. എന്തായാലും ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ തന്നെ 4ാമത്തെ വീടായ 4ാമത്തെ പാർപ്പിടം എന്ന് പേരിട്ട 4ാമത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അത് 6 മണിയോടുകൂടി എത്തിക്കുമെന്നാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, ചലച്ചിത്ര മേഖലയിലെ നിരവധി പേർ അവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.